ഞാനീ പാതിരായ്ക്ക് പോണത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. 2 മാസമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ 2 മാസം വീട്ടിൽ പോകാതിരിക്കുന്നത്. വീട്ടിൻ്റെ മോളിൽ പോയി നോക്കിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതിൻ്റെ ഏക തെളിവാണ് ദേ ഈ കിടക്കുന്ന സാധനങ്ങൾ കേട്ടോ. ഇതെല്ലാം ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. എനിക്ക് മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ, കാരണം എനിക്ക് പുറത്തുനിന്ന് ഡ്രസ്സ് മേടിച്ച് അടിക്കാനായിട്ട് പേടിയാണ്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ പഠിച്ചു നോക്കും. പിന്നെ പകുതിയും അമ്മയുടെ സാരികളാണ്. ഇത് ഈ ഒരു സാധനമാണ് ഞാൻ ആദ്യമായിട്ട് മെറ്റീരിയൽ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാനിത് തയ്ച്ചാണ് കേട്ടോ. പക്ഷേ എനിക്കിത് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് തയ്ച്ച് നോക്കിയപ്പോൾ ഇത് ഇങ്ങനെയായി കേട്ടോ. പക്ഷേ അത് ഷേപ്പായി കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ആൻഡ് ഈ ഒരു ബ്ലൗസ് ഞാൻ സെറ്റ് സാരിക്ക് വേണ്ടി അടിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ബ്ലൗസ്. ഇത് ഈ കിടക്കുന്ന സാധനത്തിനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് പുറത്ത് വിട്ടപ്പോൾ പുള്ളി ചെളി കയറി ഇങ്ങനെ വന്ന് കിടക്കാം. അമ്മ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ചീര വലിക്കാമെന്നും പറഞ്ഞ് ചീര വലിക്കാൻ പോയി. രാത്രിയായപ്പോൾ അമ്മ ബിഗ് ബോസ് കാണാൻ തുടങ്ങി. അതും കടയിൽ പോയി എനിക്ക് കുറച്ച് തിന്നാനും അമ്മയ്ക്ക് കുറച്ച് ബിങ്കോ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ കയറി. ബിരിയാണിയും ചിക്കൻ കറിയും ഞാൻ പോയ ഇത് മസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് മിണ്ടാതെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നേരെ തിരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. തിരിച്ചു വരുമ്പോൾ എൻ്റെ മോന്തത് ഇങ്ങനെയായിരിക്കാം. എല്ലാം ആലോചിച്ച് കൂട്ടി ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഞാൻ ബസ്സിൽ നിന്ന് വരാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ബസ് ഇറങ്ങിയതും ദേ പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്ത് എന്തായി പെട്ടെന്ന് ലീവൊക്കെ കഴിഞ്ഞ് പെട്ടിമേടിക്കാൻ എടുത്ത് വേഗം വന്നല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി നിൽക്കാൻ കേട്ടോ. എന്തൊരു ചിരി.